അമ്മ എന്താ? അമ്മ രണ്ടുപേർക്ക് ഞാനൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛ എന്താന്ന് പറയ്. എനിക്ക് അറിയില്ല എന്താണെന്ന്. അറിയില്ലേ അമ്മക്ക്? എനിക്ക് അറിയില്ലല്ലോ. എന്താ മോളെ കൊണ്ടുവന്ന്? ഇപ്പൊ ആരെങ്കിലും ഒരാള് പറഞ്ഞ കഴിക്കണ സാധനമാണ്. ഞാൻ ക്ലൂ പറയാം. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമുള്ളതാണ്, നിങ്ങൾ കഴിക്കണ സാധനമാണ്. അപ്പൊ ആരാണ് ആദ്യം പറയാന്ന് വെച്ചാ അവർക്ക് ആദ്യം തരും ഞാൻ അത്. ശരി. ഇപ്പം അറിയോ? ആർക്ക്? അമ്മയ്ക്ക് അറിയോ? ഐസ്ക്രീം. സൂപ്പർ. അച്ഛൻ പറഞ്ഞു. അപ്പതേ രണ്ടുപേർക്കും കൂടി 2 ഐസ്ക്രീം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ വീട്ടില്? ഒന്നുമില്ലമ്മ, നമ്മളെപ്പോഴെങ്കിലും കഴിക്കണതല്ലേ ഐസ്ക്രീം. ഇത് വളരെ സന്തോഷം. എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ. എനിക്കറിയാം. അച്ഛന് എന്താ ഇഷ്ടമില്ലാത്തത്? അച്ഛൻ അത് കഴിക്കാതെ തണുപ്പ് പോയാൽ അലിഞ്ഞു പോവും. അത് കഴിക്കാതെ കൊണ്ട് അച്ഛന് എന്താ ഇഷ്ടമില്ലാത്തത്? എല്ലാം ഇഷ്ടമാണ് അച്ഛന്. അത് തണുപ്പ് കുറയും തോറും അലിഞ്ഞു വരും, ഒഴുകി വരേ. നന്നായിരിക്കും. നമ്മളിപ്പോ വായിച്ചിട്ട് കൊറേ ആയല്ലോ അമ്മ. ജലദോഷം ഇങ്ങനെ കഫക്കെട്ടൊക്കെ വന്നതുകൊണ്ട് കൊറേ ദിവസമായി ഇത് നമ്മൾ വായിച്ചിട്ട്. ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും വാങ്ങും അല്ലേ ഈ ഐസ്. അച്ഛ അത് കുറച്ചുകൂടി ഇങ്ങനെ പൊട്ടിച്ച് ആ പേപ്പർ എടുത്തിട്ട് കഴിക്ക്. അത് ഫുള്ള് എടുത്തോ. താഴെ അത് ബിസ്ക്കറ്റാണ്, അതിന്റെ താഴെ കോൺ. താഴ്ത്ത് വീഴാണ്ട് കഴിക്കേ. എങ്ങനെയുണ്ട് അച്ഛാ? അമ്മ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? നല്ല ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഐസ്ക്രീം അല്ലേ. മറ്റുള്ള ഐസ്ക്രീമിനെക്കാളും ഇതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ഇന്ന് ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാ നമുക്ക് എല്ലാവർക്കും കൂടി. കൊറേ ദിവസമായാലും ഇത് കഴിച്ചിട്ട്. ഉച്ചക്കല്ലേ നമ്മൾ കഴിക്കുള്ളൂ, വൈകുന്നേരം ഒന്നും കഴിക്കില്ല. ഇപ്പൊ മഞ്ഞും ഒക്കെ തുടങ്ങിയത് കൊണ്ടാണ് ഇത് വാങ്ങാതിരുന്നത് അല്ലേ. വൈകുന്നേരം തണുപ്പാവും, അതുകൊണ്ട് ഉച്ചാമ്പ് വെയിലടിക്കുമ്പോ കഴിക്കണതാണ് നല്ലത്. ഇപ്പൊ ഊണ് കഴിച്ചു കഴിഞ്ഞിട്ട് അച്ഛനമ്മയും ഐസ്ക്രീം കഴിക്കാണ്. അച്ഛനമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്മയ്ക്ക് പാൽ ഇഷ്ടമല്ല, അതുകൊണ്ട് ഇത് ചോക്ലേറ്റിന്റെ ആയതുകൊണ്ട് ഇത് കഴിച്ചോളും. പാലിന്റെ വാനില അതൊന്നും ഇഷ്ടമല്ല. പാല് കൂടുതൽ, ക്രീം കൂടുതലുള്ള ഐസ്ക്രീമൊന്നും ഇഷ്ടമല്ല. ഇങ്ങനത്തെ ഐസ്ക്രീമാണ് ഇഷ്ടം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം.